ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിന്ന് ഒരു 3 മണിക്ക് പുലർച്ചെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് വെട്ടാൻ പോകണമല്ലോ, അപ്പോൾ പിന്നെ ചായയും കടിയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് എന്താ പറയുക, ഒരു മടി പിടിച്ച ദിവസം എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര മടി, എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ജലദോഷം പിടിക്കാനുള്ള ഒരു ചെറുതായിട്ടൊരു തുടക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജലദോഷമൊക്കെ പിടിച്ച് പനിയൊക്കെ ആയി മാറി. അപ്പോൾ ഇതാ ജലദോഷം വരുന്ന ഒരു ടൈമിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നീച്ചപ്പോൾ ഒരു സുഖം തോന്നിയില്ല കേട്ടോ. ആകെ കൂടെ എന്തൊക്കെയോ ഒരു ഉറക്കം തൂങ്ങലോ, ഭയങ്കര ഒരു ക്ഷീണം. അപ്പോൾ പിന്നെ ഉണങ്ങല്ലരി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കടയിൽ നിന്ന് കുടിച്ചുകൊണ്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങല്ലരിയൊക്കെ ഇന്നാൾ കണ്ടില്ലേ, പുട്ട് കാണിച്ചു തന്നില്ലേ, അപ്പോൾ ഉണങ്ങല്ലരി കൊണ്ടൊന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് മക്കൾക്ക് വേണം കേട്ടോ. അപ്പോൾ വെറുതെ ഉപ്പുമാവ് കൊടുത്താൽ കഴിക്കില്ല. വല്ല പപ്പടോ ചിക്കൻ്റെതോ മീൻ്റെതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം ഒരുക്ക്, മസാലക്കറിയോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇവർക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. അച്ഛനും ഉപ്പുമാവ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനും കുഴപ്പമില്ല, എന്നാലും കഴിക്കും. ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് കഴിക്കും കേട്ടോ. പിന്നെ ഉണങ്ങല്ലരി ആകുമ്പോൾ എന്തായാലും കഴിക്കും കേട്ടോ. പച്ചരീനെ പോലെ അല്ലല്ലോ, വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉണങ്ങല്ലരി നല്ലോണം അരിക്കണം കേട്ടോ, കഴുകി അരിക്കണം. പണ്ടൊക്കെ നമ്മൾ അരിക്കണ പോലെ, എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ലോണം കല്ലുണ്ടാവും. നെല്ലൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ ഇട്ട് ഉണക്കണതല്ലേ, പിന്നെ പാടത്തുനിന്നൊക്കെ അങ്ങനെ കൊയ്ത് മെതിച്ച് കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി അരിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരവും ചിരകിയിട്ടു കേട്ടോ. അപ്പോൾ ഉണക്കൽമുളക് വേണമായിരുന്നു. പക്ഷേ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് വെള്ളം ഒഴിച്ചു. അതിന് ശേഷം നാളികേരവും ഉപ്പും പിന്നെ അരിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലാണ്ട് വെച്ച് കൊടുക്കും കേട്ടോ. എന്നാൽ പിന്നെ ഉപ്പുമാവ് റെഡിയായി കിട്ടും. നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കണേക്കാളും എളുപ്പത്തിലായി കിട്ടും കേട്ടോ, കുക്കറിലാണെങ്കിൽ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാവുമ്പോൾ കറിയൊന്നും നോക്കണ്ടല്ലോ. മറ്റേത് നൂൽപുട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും അതിലേക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ അതിനൊക്കെ മടിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചായയിൽ പഞ്ചസാര ഇടുകയാണ്. അപ്പോൾ പാൽച്ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടൻ ചായയിൽ മധുരം ഇട്ടതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. കുപ്പിയിലാക്കണമെങ്കിൽ ഒന്ന് തണുത്തിട്ട് വേണം ആക്കാൻ. അപ്പം ഇന്ന് ഉപ്പുമാവ് ആയതുകൊണ്ട് ഒക്കെ ഒന്ന് സാവകാശം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ധൃതി പിടിച്ച് ചെയ്യണം. 3 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ സാവകാശം ചെയ്യാം കേട്ടോ. 3:30-ഒക്കെയാണ് വെച്ചാൽ ഒന്ന് പടയണം. അപ്പം ഞാൻ 3 മണിക്ക് തന്നെ നീക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ 3:30-ക്കൊക്കെ നീക്കും. അപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ 3:30-ക്ക് നീച്ചാലും ഒരു കുഴപ്പമില്ല. അല്ലാതെ നൂൽപുട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും 3 മണിക്കൊക്കെ എഴുന്നേൽക്കുക തന്നെ വേണം. അതൊന്ന് തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചതിന് ശേഷം തണുക്കൊക്കെ വേണ്ട, കൈ കൊണ്ടൊന്ന് കുഴക്കണമെങ്കിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് കാത്തിരിക്കേണ്ടേ. പിന്നെ അതിലേക്ക് നല്ല കറികൾ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതാ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്ക് ഒന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പാൽച്ചായ ആക്കി കൊടുക്കുകയാണ്. ഏട്ടന് പാൽച്ചായയും അച്ഛന് കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്ലാസ്കിലാക്കി ബാക്കിയുള്ള ചായ പാട്ടേക്കാണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് തീ പിടിപ്പിക്കലില്ല കേട്ടോ. ഇപ്പോൾ തീ പിടിപ്പിച്ചിട്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീയൊക്കെ കെട്ട് കിടക്കണ്ട. പിന്നെ ഈ ഒരു സമയത്ത് ചോറ് വെക്കേണ്ട ഒരാവശ്യമില്ല. ചോറൊക്കെ പെട്ടെന്നാവും റൈസ് കുക്കറുള്ളതുകൊണ്ടേ. അപ്പോൾ പിന്നെ രാവിലത്തെ കാര്യങ്ങളിപ്പോൾ ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് ചെയ്യലുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അടുപ്പത്ത് ചെയ്യും കേട്ടോ, വിറകടുപ്പത്ത് ചെയ്യും. അപ്പോൾ ചായ ചൂടാറാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതിലായിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് ഒരു കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പം ആയതാണ്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പണികൾ എളുപ്പം കഴിയുമല്ലോ. പിന്നെ അതാ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് സമയം ഉണ്ട് കേട്ടോ, ഉപ്പുമാവ് ആയതുകൊണ്ടേ. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ ചീര ഫ്രിഡ്ജിൽ നിന്നാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചീരയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കവറിൽ കെട്ടിയിട്ട് ഒരു എന്താ പറയുക, പേപ്പറിൽ പൊതിഞ്ഞ് കവറിൽ കെട്ടി വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ വാട്ടവും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ചീര പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. കണ്ണന് ഉച്ചവരെ ഉള്ളൂ, അനുമോക്ക് വൈകുന്നേരം വരെ ഉണ്ട്. നന്ദുട്ടന് ക്ലാസ് തുടങ്ങാത്തൊരു ദിവസത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. പിന്നെ ഇതിടാനൊന്നും സമയം കിട്ടിയില്ല. ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരുപാട് ടൈം വേണം എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ജലദോഷം പിടിക്കൊണ്ടും പിന്നെ പനി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നേരം വൈകിയതാണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് ചീരയൊക്കെ ഒന്ന് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നന്നാക്കി നോക്കിയതിന് ശേഷം ഇതാക്കണം വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ച് തോനെ സമയം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടേ പിന്നെ അതിൽ ഇട്ട് വെച്ചപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ കുറേ സമയം ദമ്മിലിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വേഗം വെള്ളം തുറന്ന് പിടിച്ചതാണ് കേട്ടോ വിസിലിൻ്റെ മുകളിലേക്ക്. എന്നാൽ പെട്ടെന്ന് നമുക്ക് അടപ്പണ്ട് തുറക്കാൻ കിട്ടും. എന്നാൽ പിന്നെ പേടിക്കുകയും വേണ്ട. മറ്റേ നേരിട്ട് നമ്മൾ അങ്ങനെ തുറക്കുമ്പോൾ പേടിയല്ലേ. ഒരു പ്രാവശ്യം തന്നെ ഇവിടെ ഒരു അപകടം പറ്റിയതാണ് കേട്ടോ. അന്ന് പിന്നെ ആർക്കും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു. അപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നതിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 3 വിസിലാണ് അടുപ്പിച്ചെടുക്കൽ കേട്ടോ. ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാനത് വിസിലടിച്ചെടുക്കലേ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു. അപ്പോൾ അത് അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ വിളിച്ചിട്ട് പല്ലൊക്കെ തേക്കാൻ പോയതാണ്. ഇനി പച്ചയ്ക്ക് ചായ എടുത്തേക്കണം. അപ്പോൾ അച്ഛനെയും ഏട്ടനെയൊക്കെ ഞാൻ വിളിക്കലാണ് കേട്ടോ പോയാണ്ട്. ഇല്ലാതുപോലെ അറിയൂല. പിന്നെ ഞാൻ ഒരാൾ അലാറം വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാത്രം ഫോണിൽ അലാറം വെച്ച് കിടക്കും കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അലാറം വെച്ചിട്ട് അടിച്ചില്ല കേട്ടോ. അന്നൊക്കെ പിന്നെ നേരം വൈകി പിന്നെ ഒരു ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും അങ്ങനെ ഇത് പിന്നെ പറ്റിയിട്ടില്ല എന്തായാലും. അപ്പോൾ അച്ഛൻ ഇതാ കട്ടൻ ചായയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ പിന്നെ കടിയൊന്നും കൂട്ടൂല കേട്ടോ. പണ്ടേ അങ്ങനെയാണ്, വെട്ടാൻ പോകുമ്പോൾ കടിയൊന്നും കൂട്ടിയിട്ട് ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കടി കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വെറും കട്ടൻ ചായയാണ് കുടിക്കുക. അപ്പോൾ നീച്ചാൽ ഒരു കട്ടൻ ചായ നിർബന്ധമാണ്. പിന്നെ ഇതാ 2 ആൾക്കും പാത്രത്തിലാക്കുകയാണ് കേട്ടോ. ഉപ്പുമാവ് ആകൊണ്ട് പിന്നെ വേഗം ഉണ്ടല്ലോ, കറിയൊന്നും ചൂടാറാൻ വെക്കേണ്ട ആവശ്യമല്ല. പിന്നെ മറ്റേത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ കറിയൊന്ന് ചൂടാറാൻ വെക്കണം. അത് വേറൊരു പാത്രത്തിൽ, ഇത് വേറൊരു പാത്രത്തിൽ, അങ്ങനെ ആക്കണ്ടേ. ഇതിപ്പോൾ എളുപ്പമുണ്ട്. 2 ആൾക്കും സ്റ്റീൽ പാത്രം ആവുകൊണ്ട് അതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവ് കുറഞ്ഞൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ കഴിക്കാനാണ് ഏട്ടനൊക്കെ ഇഷ്ടം. ഇനിയിപ്പോൾ അത് കഴിക്കാനാകുമ്പോൾ എന്തായാലും കുറച്ച് കട്ടയാവും. മറ്റേത് നല്ല കട്ടയായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഉണങ്ങലരിൻ്റെ ഉപ്പുമാവല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ. അപ്പോൾ അതൊക്കെ അവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. ഏട്ടൻ പല്ലൊക്കെ തേച്ച് ബാത്റൂമിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുമ്പോഴേക്കും ചായയൊക്കെ എടുത്തേക്കട്ടെ വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു. ദോശയൊക്കെ ആണെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ, നൂൽപുട്ടൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇന്നിപ്പോൾ നൂൽപുട്ടും ദോശയൊന്നും അല്ലാത്തതുകൊണ്ട് റസ്ക് ഇരിക്കണ്ടായിരുന്നു. ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാനൊരു നേന്ത്രപ്പഴം മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ അത് വേണ്ട അറിയും. എന്നും കഴിക്കുമ്പോൾ അതിനോടൊരു മടുപ്പാണല്ലോ. അപ്പോൾ ഏട്ടന് എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ വിട്ട് കഴിയുമ്പോഴത്തേന് ഭയങ്കര തളർച്ചയാവും അറിയും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു സുഖമാണെന്ന് അറിയും. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടൻ്റെ ഫോണൊന്നും ഇങ്ങനെ തോണ്ടി നോക്കിയിട്ടോ. ഇടയ്ക്ക് ആ ഒരു തോണ്ടലുണ്ട്. അപ്പോൾ നമ്മളെ ഫോണിൽ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അത് പറ്റൂലല്ലോ വിചാരിച്ചിട്ട് ഏട്ടൻ്റെ ഫോണൊന്ന് തോണ്ടി നോക്കി. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം അത് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. പിന്നെ നേരം വെളുത്തിട്ട് ഒരു 7 മണിയൊക്കെ ആകാൻ സമയത്താണ് നീച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ റേഷൻ്റെ അരി ഇരിക്കുന്നുണ്ട്, റേഷൻ കടയിൽ അരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ ചോറ് വെന്ത് കിട്ടാൻ. പിന്നെ അനുമോക്കൊക്കെ 9:30 കഴിഞ്ഞിട്ട് പോയാൽ മതി. കണ്ണന് 9 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ നേരത്തെ എണീറ്റിട്ട് ഉണ്ടാക്കണം എന്ന് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല ഇവിടെ. കണ്ണതാ ചായയൊക്കെ കുടിച്ചിട്ട് അതിലേക്ക് ഒന്നുമില്ലായിട്ട് ഉപ്പുമാവ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ബാക്കിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മ തിന്നിട്ട് പോണില്ല എന്നിട്ട് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കറിയാം എന്തെങ്കിലും അതിലേക്ക് ഉണ്ടെങ്കിലും അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ചീരയൊക്കെ അവിടെ ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അനുട്ടീനെ വിളിച്ചിട്ട് അനുമോള് കുറച്ച് സമയമൊക്കെ ഒന്ന് വായിച്ചു. പിന്നെ അതാ പല്ലൊക്കെ തേക്കുകയാണ്. ഞാൻ എന്നും പറയട്ടോ കുറച്ച് സമയം ഒന്ന് പാഠപുസ്തകം വായിച്ച് നോക്കാൻ. അപ്പം ഞാൻ റേഷൻ്റെ അരി ഇട്ടായിരുന്നു. അതിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുകയാണെന്നാൽ പുതിയ ചോറാവും കേട്ടോ. പിന്നെ അതാ കണ്ണം പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓനെ ഞാൻ ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാതെ ഇട്ട് പോകുമൊന്നുമില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ. ഇപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞത് കേൾക്കും, കുറച്ച് കഴിഞ്ഞ് അതിനൊന്നും കിട്ടൂല അല്ലേ. എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. പെൺകുട്ടികൾ പിന്നെ നമ്മളതിൽ കിട്ടും, ആൺകുട്ടികൾ പിന്നെ ഓരോ ഇഷ്ടത്തിനാണ്ട് ഒരുങ്ങി പോവില്ലേ. അല്ലെങ്കിൽ തന്നെ ഓർക്ക് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ അതാ കണ്ണന് ഒരുങ്ങി കഴിഞ്ഞ് കുറച്ച് നേരത്തെയാണ് ഒരുങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പം എന്നാൽ ഇത് വേവുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പുമാവ് കഴിച്ചിട്ട് പോവാറിഞ്ഞിട്ട് അവനെ നിർത്തിയതാണ് കേട്ടോ. 9:20-നാണ് ബസ്സുള്ളത്.
അപ്പോൾ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. പിന്നെ ഉള്ളിയും കിഴങ്ങും തക്കാളിയും കൂടി വാട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു കേട്ടോ, ചേച്ചി എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഉള്ളിയും കിഴങ്ങും വാട്ടിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതാ കുറച്ച് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ടിട്ടാണ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ചോറാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഗ്യാസ് മണ്ട് വെച്ചിട്ടോ. എന്നാൽ പിന്നെ ഒരിക്കൽ ഉപ്പുമാവിൻ്റെ കൂടെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ കണ്ണം കഴിക്കാത്തത് കണ്ടപ്പോൾ ഒരു ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ അതേ പിന്നെ വേഗം ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ അനുമോക്ക് ഇതാണ്ട് കൊടുക്കുക ചോറിന് വിചാരിച്ചു. ചീരേനേക്കാളും ഇഷ്ടം ഉള്ളിയും കിഴങ്ങും ഉപ്പേരി വെച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ചെറിയ തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നല്ലോണം വാട്ടി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് വെന്ത് വന്നതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക, ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ പരിപാടി. അപ്പോൾ ഉള്ളിയും കിഴങ്ങും തക്കാളി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ചോറ് വെന്തോ നോക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അനുമോക്ക് ചോറാക്കണം. കണ്ണന് പിന്നെ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഓനാക്കേണ്ട കാര്യമല്ല. അപ്പോൾ കണ്ണന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായ കൊടുത്തിരുന്നു. അപ്പോൾ ഉള്ളിയും കിഴങ്ങും ഉപ്പേരി ആയപ്പോൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രസം ഉണ്ടാകാമെന്നൊക്കെ പറഞ്ഞ് വന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് ഇങ്ങനെ വർത്താനം പറയുമായിരുന്നു തിരിഞ്ഞു നോക്കിയിട്ട്. പിന്നെ ഇതാ ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ മക്കൾ ചായ കുടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കല്ലേ ഒരു കഴിക്കുള്ളൂ വിചാരിച്ചിട്ട് ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ പിന്നെ ഓരോ ഇഷ്ടത്തിനാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിച്ചിട്ട് പോകുമല്ലോ. ദോശയും ചട്നിയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മടി ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് ഉണ്ടാക്കാതിരുന്നത്. പിന്നെ കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതിപ്പോൾ നന്ദൂട്ടിന് മാത്രം ഉണ്ടാക്കി കൊടുക്കാനുള്ളൂ കേട്ടോ. നന്ദുവിന് ഉച്ചയ്ക്കും വേണ്ടി വരും രാവിലെയും വേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഓൽക്ക് കൊടുക്കാതിരുന്നത്. അപ്പോൾ നന്ദൂട്ടിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ദോശയ്ക്ക് പിന്നെ കറിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മാവ് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണനോട് ഞാൻ പറയുകയൊക്കെ ചെയ്തു, അവിടെ ഉണ്ടടാ ഓനെടുത്ത് വെച്ചതാണ് എന്നുള്ളത്. അപ്പോൾ ഓൻ പറഞ്ഞു അമ്മ ഓന് കൊടുത്തളി, ഇല്ലെങ്കിൽ പിന്നെ അമ്മ അതിലൊക്കെ നടക്കേണ്ടി വരും, ഇല്ലെങ്കിൽ തറവാട്ടിക്കൊക്കെ പോവലാണ് കേട്ടോ ഞാൻ. പിന്നെ ദോശ ഉണ്ടോ ചോദിച്ചാണ്ട് ഇവിടെ അടുത്തേക്കൊക്കെ പോവലാണ്. ദോശ നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ. ചില ദിവസം പിന്നെ നൂൽപുട്ടൊക്കെ ആണെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഞാനതവിടെ കരുതി വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അനുമോക്ക് ഞാൻ ചോറും കറിയൊക്കെ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ അവിടെ നിന്ന് ഓടി വന്നു പോണതൊന്ന് കാണാൻ. പോണത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയാവൂല വരാൻ വിചാരിച്ചിട്ട്. അപ്പോൾ പോയി. അമ്മ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അനുട്ടി ഡ്രസ്സൊക്കെ മാറി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാനിവിടെ ഉള്ളി നന്നാക്കുകയാണ് ചീരപ്പേരി വെക്കാനായിട്ട്. അമ്മ ഇവിടെ ചീരയൊക്കെ നന്നാക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും കിഴങ്ങും ഉപ്പേരി വെച്ചപ്പോൾ അത് സാവകാശം വെച്ചാൽ മതിയല്ലോ വിചാരിച്ചു. അപ്പോൾ നന്ദുവിന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ചായ കുടിക്കുന്നത് പറഞ്ഞാണ്ട് ഒറ്റയ്ക്ക് കുടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്തത്. ഇന്ന് ഉഴുന്നുവട ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല. ഇനി കാണിക്കണമെങ്കിൽ നിങ്ങൾ പറയുകൊണ്ട് കേട്ടോ. അപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു നല്ലതായി വന്നിട്ടുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ചോറും കറിയൊന്നും കാണിക്കാതിരുന്നത് ഇന്നൊരു തക്കാളി കൊണ്ട് ഒരു താളിപ്പും പിന്നെ ചീര ഉപ്പേരിയിരുന്നു കേട്ടോ. അതൊക്കെ ഒരുപാട് തവണ കാണിച്ചതല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ നന്ദോട്ടനും ആശുവും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചുടണുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്